ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഇതാരാ എന്നോട് സംസാരിക്കുന്ന? ഈ വലിയ പാട്ടുകാർ ഉപദേശിക്കുന്ന പോലെ ഉണ്ടല്ലോ. അല്ല, ഞാനത് കാര്യമായിട്ട് പറഞ്ഞതാ. ഈ ശ്യാമ മാഡത്തിനെ പോലുള്ള വലിയ വലിയ പാട്ടുകാരാ ഇങ്ങനെ പാടാൻ തുടങ്ങുന്ന കുട്ടികൾക്ക് ഓരോന്ന് പറഞ്ഞു കൊടുക്ക. ശ്യാമ മാഡത്തിന്റെ കൂടെ നടന്നിട്ടാണോ മാഡം ഇതൊക്കെ പഠിച്ചത്? അല്ലാതെ പിന്നെ എനിക്കെന്താ പരിചയം? അല്ല, ഈ ഇരട്ടി മധുരം എപ്പോഴും ബാഗിലുണ്ടാവും പറഞ്ഞില്ലേ, അതെന്തിനാ? അതെ, അത് ശ്യാമയെ കണ്ട് അനുകരിക്കുന്നതാ. ശ്യാമയ്ക്ക് പാടാൻ വേണ്ടിട്ട്. പക്ഷെ ഞാൻ പിന്നെ സംസാരിക്കുന്നതിൽ അല്പം മധുരം വന്നോട്ടെ എന്ന് കരുതിയിട്ടായിരിക്കും അല്ലേ? ആ അതെ. മോളൊരു കാര്യം ചെയ്യ, നേരത്തെ കിടന്ന് ഉറങ്ങാൻ നോക്ക. ശരി മാഡം, നാളെ എഴുന്നേറ്റ് പറഞ്ഞ പ്രാക്ടീസ് ഒക്കെ കഴിഞ്ഞിട്ട് ഞാൻ വിളിക്കാം. ആ ഓക്കെ മോളെ. ശരി. ഒരബദ്ധം പറ്റിയെടുത്തേ. മോളോട് പാടേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തപ്പോ ഞാൻ ഫിദയുടെ വേഷത്തിലാണെന്നുള്ള കാര്യം മറന്നുപോയി. അവളത് കൃത്യമായിട്ട് പിടിക്കുകയും ചെയ്തു. പാട്ടുകാർ പറയുന്ന കാര്യങ്ങളൊക്കെ ഇത്ര കൃത്യമായിട്ട് ഫിദ മാഡത്തിന് എങ്ങനെ അറിയുന്നതെന്ന് ചോദിച്ചു. അയ്യോ, കുഴപ്പമായോ? ഇല്ല, തൽക്കാലം രക്ഷപ്പെട്ടു. ആ പിന്നെ എടുത്തി, നാളെ മോള് പാടാൻ പോകുമ്പോ ഞാൻ കൂടി ചെല്ലണം നിർബന്ധം പിടിച്ചിരിക്കുക. അങ്ങനൊരു റിസ്ക് എടുക്കണോ? വേറെ മാർഗമൊന്നുമില്ല. കൂടെ ചെന്നില്ലെങ്കിൽ അവളുടെ കാര്യം പ്രശ്നവും. പ്രൊഡ്യൂസറോട് നമ്മൾ ഇത്രയും ഉറപ്പുകൂടി പറഞ്ഞിട്ട് സ്റ്റുഡിയോയില് ഞാൻ ഫിദ തന്നെ ആയിരിക്കും. ഒരു കാരണവശാലും ആരും എന്നെ തിരിച്ചറിയരുത്. ഇടത്തേത് പ്രത്യേകം ശ്രദ്ധിച്ചോണം. ഞാൻ നോക്കിക്കോളാം. എന്തായാലും എത്രയും പെട്ടെന്ന് അമ്മയുടെയും മോളുടെയും ഒളിച്ചുകളി അവസാനിപ്പിക്കണം. ഞാനിതിന്റെ ഇടയിൽ കിടന്ന് ബുദ്ധിമുട്ടുണ്ടല്ലോ. പൊട്ടിക്കട്ടെ. എങ്ങനെയാണ് ഹൃദയം പൊട്ടി ചിതറുന്നതെന്ന് ഞാൻ കാണിച്ചിരട്ടെ. ബെഞ്ചമിൻ, ഇരയുടെ കണ്ണുകളുടെ ഭയത്തിനെ കുറിച്ചും ഇര അനുഭവിക്കുന്ന വേദനയെ കുറിച്ചും ഞാൻ പറയുമ്പോ വിശ്വാസം തോന്നിയിരുന്നില്ലല്ലോ ഗൗതമിന്. പറയും, ഹൗ ഡു യു ഫീൽ നൗ? ഓരോറ്റ നിമിഷത്തിന് മരണം കൺമുന്നിൽ വന്ന് നിന്നതുപോലെ തോന്നിയില്ലേ ഗൗതമിന്? അത് പിന്നെ
നിങ്ങൾ വെറുതെ കാണിക്കുകയാണെന്നറിയാം, എന്നാലും തോക്കല്ലേ? യെസ്, തോക്കാണ്. പക്ഷേ ഈ ഗണ്ണിരിക്കുന്നത് നിങ്ങൾ വിലക്കെടുത്ത എന്റെ കയ്യിലാണ്. എന്നിട്ടും ഗൗതം എന്തിനാ പേടിച്ചത്? അത് പിന്നെ ഞാൻ പറഞ്ഞുതരാം. ഈ ഗണ്ണ് അത് ഉപയോഗിക്കാൻ അറിയാവുന്ന ഒരുത്തന്റെ കയ്യിലായതുകൊണ്ട് അവന്റെ കൈ വിറക്കില്ലെന്ന് ഉറപ്പുള്ളത് കൊണ്ട്, അവന്റെ മനസ്സ് ഒരു തരി ആലിയില്ലെന്ന് അറിയാവുന്നതുകൊണ്ട്. യെസ്, ഇപ്പൊ ഗൗതമിന്റെ കണ്ണിൽ കണ്ട ഈ പേടി, തൊണ്ടയിൽ നിന്നും പുറത്തേക്ക് വരാൻ പോകുന്ന ഒരു കരച്ചിൽ, അതൊക്കെയാണ് നാളെ രാധികയ്ക്ക് സംഭവിക്കാൻ പോകുന്നത്. ഈ സ്റ്റുഡിയോ റെക്കോർഡിങ്ങിനിടയിൽ ഗൺ ഷൂട്ടൊക്കെ കൊല്ലുമെന്ന് എനിക്ക് വാശിയുണ്ട്. പക്ഷേ ഇതുകൊണ്ട് മാത്രമേ കൊല്ലൂന്ന് എനിക്ക് ഒരു വാശിയില്ല. ഗൗതമിനെ ഞാൻ കരുതിക്കൂട്ടി ഒരു ഷോ കൊടുത്തതാ. എന്നെ കുറിച്ചുള്ള അയാളുടെ സംശയം ഒന്നും മാറിക്കിട്ടാൻ വേണ്ടിട്ട്. Now he is okay. അല്ല, സാറിന് എന്തെങ്കിലും സംശയം ബാക്കിയുണ്ടോ? ഇല്ല. Then okay. രണ്ടു പേർക്കും നല്ലൊരു രാത്രി നേരുന്നു. നാളെ നിങ്ങളുടെ ദിവസം, എന്റെ നാളെയാണ് രാധികയുടെ മരണത്തിന്റെ സംഗീതം മുഴങ്ങുക. രാധിക, രാധിക,